നിങ്ങൾ യൂത്ത് കോൺഗ്രസ് സംഘടിതമായി KCBയിലെ ഉദ്യോഗസ്ഥരെ ഈ വിഷയത്തിൻ്റെ പുറത്ത് ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് KCB പോകാൻ നിർബന്ധിതരായത് എന്നാണ്. പ്രശ്നം വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ് എന്നാണ് MG സുരേഷ് കുമാർ പറഞ്ഞത്. മറുപടി: ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ശുദ്ധ നുണയാണ്. യൂത്ത് കോൺഗ്രസ് ഈ അജ്മലിന്റെ അറസ്റ്റും കഴിഞ്ഞ് ഇന്ന് മാത്രമാണ് സംഘടനാപരമായി ഈ വിഷയത്തിലേക്ക് ഇടപെട്ടിട്ടുള്ളത്. അജ്മലിന് അകാരണമായി റസാഖാന്റെ വീട്ടിലെ കറണ്ട് നിഷേധിച്ച സമയത്ത് മാത്രമാണ് ഇടപെട്ടുള്ളത്. ഇപ്പം ഞങ്ങളുടെ ബോസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സമരം ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം മാത്രമാണ്. ഒന്ന്, പിന്നെ ഇവർ കിർമാണി മനോജിന്റെയും കൊടിസുനിന്റെ ഒക്കെ വീട്ടിൽ അവരുടെ അച്ഛന്റെ കത്ത് വാങ്ങിയിട്ടാണല്ലോ കറണ്ട് കണക്ഷൻ കൊടുക്കുന്നത്. വല്ലാതെ പറയണ്ട, തിരുവമ്പാടിയിലെ യൂത്ത് കോൺഗ്രസ് ഇതുവരെ ചെയ്തിട്ടില്ല. ഉറുമി പദ്ധതിക്ക് ചുറ്റും കോൺഗ്രസുകാരന്റെ വീടാ, യൂത്ത് കോൺഗ്രസുകാരന്റെ വീടാ. തിരുവമ്പാടിയിലാണല്ലോ ഉറുമി പദ്ധതി. നിങ്ങൾ പറ, ഒരിക്കലെങ്കിലും ഒരു കോൺഗ്രസുകാരനോ യൂത്ത് കോൺഗ്രസുകാരനോ നിങ്ങളെ തിരുവമ്പാടിയിലെ KSCB ഓഫീസിലേക്ക് ഉറുമി പദ്ധതി സ്ഥലത്തേക്ക് കയറി പോയിട്ടുണ്ട് എന്ന്? ഇല്ലാത്ത കാര്യം പറയുന്നത്. നിങ്ങൾക്ക് വെള്ളാനയാണ്, നിങ്ങൾ വെള്ളാനയാണ്. 1, 1.5, 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങി ഇതിനകത്ത് റിട്ടയർ ചെയ്തവരെ വരെ കുടിയിരുത്തുന്ന വെള്ളാന, മന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാത്ത വെള്ളാനയാണ് നിങ്ങൾ. തിരുവമ്പാടിയിലെ ജനത മണ്ണിൽ പണിയെടുക്കുന്ന വന്യമൃഗങ്ങളോട് പടവെട്ടിക്കൊണ്ട് അവിടെ അധ്വാനിച്ച് കയറി വന്ന കുടിയേറ്റ കർഷകന്റെ മണ്ണാണ്. ഇത് തമ്മിലുള്ളൊരു പോരാട്ടം മാത്രമാണ് നടക്കുക. അതുകൊണ്ട് അജ്മൽ എൻ്റെ വ്യക്തിപരമായ അടുത്ത സുഹൃത്താണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് അപ്പുറത്തേക്ക് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ കാലഘട്ടം വരെ അജ്മൽ ഇങ്ങനെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അജ്മലിന്റെ വാപ്പ റസാഖ് ഏതെങ്കിലും ഒരു കേസിൽ പെട്ടതായി നിങ്ങൾ പറഞ്ഞല്ലോ. 2022 FIR അജ്മലിന്റെ വീട്ടിൽ ഈ ഉദ്യോഗസ്ഥൻ വളരെ നിര്യാതന ബുദ്ധിയോടുകൂടി നേരത്തെ മുതൽ അജ്മലിന്റെ വീട്ടിലെ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയ പണിയാണിത്. ആ ഉദ്യോഗസ്ഥനാണ് അതിന്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അജ്മലിനെ ബോധപൂർവ്വം അവിടേക്ക് പ്രകോപിപ്പിച്ച് ഈ സംഘടനത്തിലാക്കി ജയിലിൽ അടച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത്. അവസാനം തഹസിൽദാരുടെ കത്ത്, കലക്ടറുടെ കത്ത്, ഞാൻ തഹസിൽദാരെ കുറ്റം പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് അനുസരിക്കാൻ ബാധ്യതയുണ്ട്. കലക്ടറെ ഞാൻ കുറ്റം പറയുന്നില്ല. KSCBയുടെ ചെയർമാൻ കത്ത് കൊടുക്കുക. കേട്ടിട്ടുണ്ടോ കേരളത്തിനകത്ത് എപ്പോഴെങ്കിലും ഇതുപോലെ അച്ഛന്റെ കത്ത് വേണം, മക്കൾ കുറ്റം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ ഇന്ത്യയിൽ, ജനാധിപത്യ കേരളത്തിനകത്ത് കേട്ടിട്ടുണ്ടോ? നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ യോഗിയുടെ നാട്ടിൽ ബുൾഡോസർ രാജിന് സിന്ദാബാദ് വിളിക്കുന്ന ഇവരെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് കാരണം. ഇങ്ങനെ ഒറ്റപ്പെട്ട് അജ്മലിനെ സംരക്ഷിക്കാൻ, അജ്മലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അങ്ങനെ നിലവിൽ ദിജേഷ് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ വിഷയത്തിൽ ഇന്നേ വരെ യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഏതെങ്കിലും നേതാക്കൾ തിരുവമ്പാടിയിലെ KSCB ഓഫീസിൽ എത്തിയിട്ടുണ്ടോ? അവർ രാഷ്ട്രീയമായി ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നീട് നമ്മൾ യൂത്ത് കോൺഗ്രസിനെതിരേക്ക് വലിച്ചിടാൻ പാടില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് അജ്മൽ എന്നത് നമ്മൾ പറയുമ്പോഴും ഈ വിഷയത്തിനകത്ത് ഇന്ന് നടന്നിട്ടുള്ള ഈ വിഷയത്തിനകത്ത് ഇപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് എന്ന രൂപത്തിൽ, കോൺഗ്രസ് എന്ന രൂപത്തിൽ ഇടപെട്ടത് എന്നത് ശരിയാണെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിട്ടുള്ള ഇത് ഒന്നാമത്തെ തവണയല്ല ഈ പറയുന്ന പെർമീസസിൽ ഡിസ്കണക്ഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. 2022 FIR-ഉം അതുപോലെ തന്നെ മറിയമ്മ പറഞ്ഞ കേസ്, മറിയമ്മയാണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞത്. മറിയമ്മ കൊടുത്തത് ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ ഡിസ്കണക്ട് ചെയ്യുന്നതിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് കൗണ്ടർ കേസ് എന്ന രൂപത്തിൽ അവരെ മറിയമ്മ കൊടുക്കാൻ കാരണം എന്താ? അവരെ ഉപദ്രവിച്ചു എന്ന രൂപത്തിൽ കേസ് കൊടുത്താൽ അത് വേറൊരു രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതുകൊണ്ടാണ്. ഇപ്പം 4-ാം തീയതി അവിടെ ഡിസ്കണക്ഷനുമായി ബന്ധപ്പെട്ട് 5-ാം തീയതി റീകണക്ഷൻ കൊടുക്കാൻ പോകുന്നത് ആ വീട്ടിലല്ല, ആ വീട്ടിൽ പുറത്ത് റീകണക്ഷൻ കൊടുക്കുമ്പോൾ ആ റീകണക്ഷൻ കൊടുക്കാൻ പോയതുമായി ബന്ധപ്പെട്ട് ഈ സ്വാഭാവികമാണ് ഇത്തരം കേസുകളിൽ. പക്ഷേ എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യം, ഈ 34 വയസ്സുള്ള അജ്മലിന് വേണ്ടി അജ്മലിന്റെ പിതാവും മാതാവും ഒപ്പിട്ട് കൊടുക്കണമെന്ന തലതിരിഞ്ഞൊരു ഉത്തരവ് ഈ സർക്കാരിന്റെ കാലത്ത് ഇറങ്ങിയതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ അതാണ് പറഞ്ഞത്. അജ്മൽ മാത്രമല്ല ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. ശ്രീ MG സുരേഷ് കുമാർ, താങ്കളോടുള്ള എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, ഞാൻ 2 FIR-കളും വായിച്ചു. 2 FIR-കളിലും മറിയുമ്മയുടെ പേരോ റസാഖിന്റെ പേരോ ഇല്ല. മറിയുമ്മ അവിടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ? മറിയുമ്മ കൊടുക്കുന്ന കേസിന് സെപ്പറേറ്റ് FIR അല്ലേ? അതെങ്ങനെയാണ് ഈ FIR കൊണ്ട് നിങ്ങൾ കണക്ട് ചെയ്യുക? KSCB കൊടുത്തിരിക്കുന്ന പരാതിയിൽ എടുത്തിരിക്കുന്ന 2 FIR-ലും റസാഖിന്റെ പേരോ മറിയുമ്മയുടെ പേരോ ഇല്ല. MG സുരേഷ് കുമാർ, ആ കേസ്
ആ കേസ് ഞാൻ പറഞ്ഞു വരുന്നത് ആ കേസ് എന്ന് അല്ല, ഒരു പൗരന് കേസ് കൊടുക്കാൻ പാടില്ല, സുരേഷ് കുമാറേ. വ്യക്തമായും ഈ വിഷയത്തിനകത്ത് ഉണ്ടാകുന്ന ഗൂഢാലോചനയുടെ സിമ്പൽ ആണെന്ന് ഞാൻ പറഞ്ഞത്. നോക്കൂ, അതെങ്ങനെയാണ് സുരേഷിന് ഇവിടെ നിന്ന് പറയാൻ കഴിയുക? അത് വിധിക്കേണ്ടത് സുരേഷാണോ? നിങ്ങൾ എന്താ അത് വിധിക്കേണ്ടത് സുഹൃത്തേ KCB പറഞ്ഞു ചെയർമാനാണോ? അത് വിധിക്കേണ്ടത് അവിടെ ഇരിക്കുന്ന തഹസിൽദാരാണോ? അല്ല, അത് കോടതിയില്ലേ? ഈ സൂപ്പർ കോടതിയാണോ KCB? MG സുരേഷ് കുമാർ, താങ്കൾ വെറുതെ പ്രൊവോക്ക് ചെയ്യല്ലേ? ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൂപ്പർ കോടതിയായി MG സുരേഷ് കുമാർ ഗൂഢാലോചന ആരോപിക്കുന്നത് എങ്ങനെയാ? MG സുരേഷ് കുമാർ അറിയാവുന്ന കാര്യം അത് ഞാൻ പറഞ്ഞുതരാം. 2 FIR-കൾ KCB കൊടുത്തിരിക്കുന്ന പരാതി പ്രകാരമുള്ള 2 FIR-കൾ, അതിൽ മറിയുമ്മയുടെ പേരില്ല, അതിൽ റസാഖിന്റെ പേരില്ല. അത് വസ്തുത. അതിന് കൗണ്ടർ കേസ് കൊടുത്തു എന്നതും വസ്തുത. അതുകൊണ്ട് ഗൂഢാലോചനയാണെന്ന നിഗമനത്തിൽ KCB ചെയർമാൻ എങ്ങനെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും? എങ്ങനെ തഹസീൽദാർ 34 വയസ്സ് പിന്നിട്ടൊരു പൗരൻ ചെയ്ത കുറ്റകൃത്യത്തിന് ആ പൗരന്റെ രോഗിയായ അച്ഛന്റെ കയ്യിൽ നിന്ന് മാപ്പപേക്ഷ എഴുതി വാങ്ങും? അങ്ങനെ ഏത് ചട്ടം? അങ്ങനെ ഏത് നിയമം? അതായത് 138-ലെ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രമീസസിലെ കൺസ്യൂമറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ആക്ടിൻ്റെ ഭാഗം മാത്രമല്ല സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ആ കണക്ഷൻ ഉപയോഗപ്പെടുത്തുന്ന ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനവും സെക്യൂരിറ്റി ഇഷ്യൂ തന്നെയാണ്. ശരി, ആ കണക്ഷൻ ഉപയോഗപ്പെടുത്തുന്ന ആളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂ എന്താ? താങ്കളൊന്ന് വിശദീകരിക്കൂ. വൈദ്യുതി ബന്ധം കൊണ്ടുണ്ടാവുന്ന സെക്യൂരിറ്റി പ്രശ്നം താങ്കളൊന്ന് വിശദീകരിക്കൂ. അജ്മൽ, എന്താണ് വൈദ്യുതി ഉപയോഗം കൊണ്ടൊരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കിയത്? പറയും. അതാണ് ഞാൻ വളരെ കൃത്യമായി വിശദീകരിച്ചത്. വൈദ്യുതി ബന്ധം എന്ന് പറയുന്നത് കേവലമായി അവിടെ കണക്ഷൻ കൊടുത്ത് പോരുക എന്നത് മാത്രമല്ല ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വം. അവിടെ വൈദ്യുതി മീറ്റർ വരെയുള്ള പരിശോധനയിലോ നിരന്തരമായി അതുമായി ബന്ധപ്പെട്ട തുടർ കമ്മ്യൂണിക്കേഷനിലോ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്ത് അപകടമാണ് അജ്മൽ വരുത്താൻ സാധ്യതയുള്ളത്? താങ്കൾ അത് പറയൂ. അങ്ങനെയാണെങ്കിലല്ലേ ഡിസ്കണക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഉദാഹരണത്തിന് അദ്ദേഹം അവിടെ ആ വൈദ്യുതി ബന്ധം ഒരു ഷോക്ക് അടിപ്പിക്കാൻ ശ്രമിച്ചു. മനസ്സിലാക്കാം, നിരന്തരമായി ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളത് അക്രമം. MG സുരേഷ്, Debate with Arun Kumar.